ഒത്തിരി ആൾക്കാർ എക്സസൈസ് ചെയ്യണമെന്ന് ശരിക്കും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ അവരുടെ ശരീരത്തിലുണ്ടായ മുൻകാലം ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങളാണ്. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ കഴുത്തുവേദന ആയിരിക്കാം, ലോവർ ബാക്ക് പെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ മുട്ടുവേദന ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിന് മുമ്പുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറി ഉള്ളവരായിരിക്കാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പല ആൾക്കാർക്കും എക്സസൈസിലോട്ട് വരണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ അവരെ ശക്തമായി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പലരും ഡോക്ടർ അവരോട് വളരെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം കാര്യമായിട്ടുള്ള വ്യായാമങ്ങളൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലതെന്നോ, അല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഭയമോ ആയിരിക്കാം. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരു എക്സസൈസ് നേരത്തെ വിനയ് പറഞ്ഞതുപോലെ ജീവിത രീതിയുടെ ഭാഗമാക്കി മാറ്റി വരാൻ, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ്? ഡെഫിനറ്റായിട്ടും ഏത് പ്രായക്കാർക്കും പോകാവുന്ന ഒരു സ്ഥലമാണ് ഒരു ജിമ്മെന്നോ, അല്ലെങ്കിൽ ഏത് പ്രായക്കാർക്കും വീട്ടിലിരുന്നും ചെയ്യാവുന്ന ഒരു കാര്യമാണ് വർക്കൗട്ട്സ്, മസിൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അൺലെസ് ആൻഡ് അണ്ടിൽ നമുക്ക് ലോഡ് മസിലിൽ കയറാതെ മസിലിന് ഒരു സ്ട്രെങ്ത്ത് ഫോം ചെയ്യില്ല. അപ്പം പൊതുവെ ആൾക്കാർക്ക് ഒരു ലേമാന് ഇപ്പം ഈ സോഷ്യൽ മീഡിയ വന്നതോടെ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കാം. പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്കും ഈ ഒരു മസിലിൻ്റെ സ്ട്രക്ചർ അറിയില്ല. അപ്പം ഞാൻ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ പറയുകയാണെങ്കിൽ, ഒരു മസിലിൻ്റെ സ്ട്രക്ചർ നമ്മളൊരു ചൂലെടുക്കുന്ന പോലെയാണ്. അപ്പോൾ ആ ചൂലിൽ ഈർക്കിലായിരിക്കും മസിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂരിഭാഗം മസിൽ ഫൈബേഴ്സും പല ആൾക്കാരുടെയും പ്രായമാവും തോറും, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ അധികം വ്യായാമം ചെയ്യാതെ അധികം ലോഡ് എടുക്കാത്ത ആൾക്കാർക്കാണെങ്കിൽ ഭൂരിഭാഗം മസിൽ ഫൈബേഴ്സും അവിടെ മാറിയിട്ട് അവിടെ ഫാറ്റ് ഡെപ്പോസിഷനും ഒക്കെ ആയിരിക്കും. ഇപ്പം വയസ്സാവും തോറും ഈ മസിൽ ഫൈബേഴ്സിൻ്റെ എണ്ണം, നമ്പർ ഓഫ് മസിൽ ഫൈബേഴ്സ് അത് റെഡ്യൂസ് ആകുകയും സാർക്കോപീനിയ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരികയും മസിൽ വേസ്റ്റിങ് അല്ലെങ്കിൽ മസിൽ ലോസ് എന്നുള്ള പ്രക്രിയയിലേക്ക് പോവുകയും ഈ ജോയിൻറ്റിന് നമ്മുടെ ശരീരത്തിൻ്റെ ലോഡ് കറക്റ്റായിട്ട് ഡിസ്പേഴ്സോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്യും. ഈ പെയിൻ എന്ന് പറയുന്നത് പെർസെപ്ഷൻ ആണല്ലോ, നമ്മൾ കൊഗ്നിറ്റീവായിട്ട് നമ്മൾ പെർസീവ് ചെയ്യുന്നൊരു സാധനം. അപ്പോൾ പല ആൾക്കാർക്കും ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മൂവ്മെൻറ്റ്സ്, ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഒന്നെങ്കിൽ ഒരാൾ സ്റ്റെപ്പ് കയറുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ആയിരിക്കും ഒരു ഭാരമെടുക്കുമ്പോൾ നടുവിൻ്റെ വേദന, അല്ലെങ്കിൽ കൈ പൊക്കുമ്പോഴുള്ള വേദന, കൈ ബോൾ ചെയ്യുമ്പോൾ ഒരു വേദന, ത്രോ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ആക്ഷനിലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആക്ഷൻസിലോ പെയിൻ വരുമ്പം ഇവർ മാക്സിമം റെസ്ട്രിക്റ്റ് ചെയ്യും, ഈ പെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യും. ഈ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് പെയിൻ പെർസീവ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മുടെ ഒരു മുള്ളിൽ തൊടുമ്പോൾ മുള്ള് കയ്യിൽ കൊണ്ടാൽ വേദനിക്കും എന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് നമ്മൾ മുള്ളിൽ തൊടില്ല. അതേപോലെ ആ മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേദന വരുമോ എന്നുള്ള ഒരു ഫിയർ ഫാക്ടറാണ് ഇതിൻ്റെ മെയിൻ എലമെൻറ്റ്. മസിൽ മാത്രമല്ല, അവിടെ ഒരു ന്യൂറോ മസ്കുലർ കണക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ഫ്രോസൺ ഷോൾഡറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ പോലും അറിയില്ല ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരു വീട്ടമ്മ ഒരു സാധനം എടുക്കുന്നു, നമ്മൾ കൈ നീട്ടി എടുക്കുന്നു, പിന്നെ ഒരു സുപ്രഭാതത്തിൽ കൈ നീട്ടുമ്പോൾ വേദന വരുന്നു. അപ്പോൾ ഈ വേദന വരുന്നത് കൊണ്ട് ഇവരെ ശരീരം കുറച്ചൊന്ന് ആഞ്ഞ് സാധനം എടുക്കുന്നു. ഡേ ബൈ ഡേ ആ ഫ്രണ്ടിലോട്ടുള്ള ആ മൂവ്മെൻറ്റ് കൂടുന്നു, പക്ഷേ ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ് കുറഞ്ഞു വരുന്നു. നമ്മൾ അറിയുന്നില്ല. കോമ്പൻസേറ്ററി ആയിട്ട് നമ്മൾ ഈ ഫോർവേഡായിട്ട് ഓൺ എ ഫൈൻ ഡേ മോർണിംഗ് അവർ അറിയുന്നു അവർക്ക് മുടി കെട്ടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡ്രസ്സ് ഊരാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഈ ഷോൾഡർ ഭയങ്കര സ്റ്റിഫാവുന്നു. അപ്പോൾ വളരെ കോമൺ ആയിട്ട് ഇതിന് ഫ്രോസൺ ഷോൾഡർ എന്നും അഡിസീവ് ക്യാപ്സുലൈറ്റിസ് എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ കണ്ടീഷനല്ലേ സയാറ്റിക് പെയിൻ. വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് പാറ്റേണും കൂടെ നമുക്ക് അവിടെ വേണം. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെയിനാണ് നമ്മുടെ ഈ കഴുത്ത് വേദന, സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്നൊക്കെ പറയുന്നത്. ധാരാളം ആൾക്കാർ അതെ കയ്യിലോട്ട് വേദന റേഡിയേറ്റ് ചെയ്യുന്നു, കഴുത്തിൽ തൊട്ടാൽ വേദനിക്കുന്നു, നമ്മുടെ ഷോൾഡറിൽ തൊട്ടാൽ വേദനിക്കുന്നു, തലവേദന എടുക്കുന്നു. അതുപോലെ തന്നെയാണ് നീയും. പല ആൾക്കാർക്കും ഈ നീയുടെ ഇഷ്യൂ, നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒരു വേദന, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ ഉള്ളൊരു വേദന, ഇതിനും നമുക്ക് വളരെ ക്ലിയറായിട്ട് നമുക്ക് ഡയഗ്നോസ്റ്റിക് പാറ്റേൺ നമ്മൾ ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുകയും അതിനനുസരിച്ച് നമുക്ക് വർക്കൗട്ട് പ്ലാൻ കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ ഇപ്പം വിനയ് പറഞ്ഞ പോലെ, ഇപ്പോൾ വിനയ് പറഞ്ഞൊരു 4-5 കോമൺ കണ്ടീഷൻസ് പറഞ്ഞു. ഇപ്പോൾ ഹാർമണിയിൽ ഇത്തരത്തിലുള്ള കൺസേൺസും കൂടെ ഉള്ള ആൾക്കാർ
അവർ മറ്റ് പ്രോബ്ലംസ് ആയിട്ടായിരിക്കും വരുന്നത്. മേ ബി ഡയബറ്റിക് ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ അമിത വണ്ണമായിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ മേ ബി ഹൺഡ്രഡ്സ് ഓഫ് അതർ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. അവരുടെ ഹെൽത്തിനൊരു സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഉണ്ടാക്കണമെങ്കിൽ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി റീഎസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരിക്കലും ഇത് സാധിക്കില്ല. പക്ഷേ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. സോ ദാറ്റ് ആക്ടിവിറ്റി ലെവൽ ഈസ് ഓൾമോസ്റ്റ് 0 out of 10 ഓർ മേ ബി 1 to 2 out of 10. അവർ നമുക്ക് എങ്ങനെ ഈ പറഞ്ഞ കണ്ടീഷൻസിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മുഖ്യധാരയിലോട്ട് മെയിൻ ഫിസിക്കൽ ആക്ടിവിറ്റി റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സ് എന്തായിരിക്കും, അതൊന്ന് ചുരുക്കി പറയാം. നമുക്ക് എങ്ങനെ ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ കൊണ്ടുവരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു അവയർനെസ് ആണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് ആദ്യം പതുക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു വേദനയില്ലാതെ ജീവിച്ചു പോകുന്നതിന് പകരം ഐ തിങ്ക് അവിടെ ഇപ്പോൾ വിനയ് ചെയ്യുന്ന പ്രൊഫഷൻ പോലെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്, ഒരു ട്രെയിൻഡ് പ്രൊഫഷണലിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വ്യക്തിക്ക് ഒരിക്കലും തിരിച്ച് നല്ലൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്ന ഒരാളായിട്ട് മാറാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇതിന് നമുക്ക് എക്സസൈസ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് തന്നെ ഫിസിയോതെറാപ്പിയിലുണ്ട്. എങ്ങനെയാണോ ഒരു ഓർത്തോപീഡീഷ്യൻ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എക്സസൈസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ട്രെയിൻഡ് ആണ്, നമ്മൾ വെൽ ട്രെയിൻഡ് ആണ്. ആക്ച്വലി നമുക്കൊരു സബ്ജക്റ്റ് തന്നെയുണ്ട് എക്സസൈസ് പ്രിസ്ക്രിപ്ഷൻ. എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നത് എനിക്ക് വിനയ് ആദ്യമായിട്ട് എനിക്കൊരു എക്സസൈസ് പ്രിസ്ക്രിപ്ഷൻ തന്നതിൽ കൂടെയാണ്. ഓൾമോസ്റ്റ് ഒരു 12-13 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വർഷങ്ങളായിട്ട് സഫർ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഒരു ഷോൾഡർ പെയിൻ ഓർമ്മയുണ്ടാവും. സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ ക്രിക്കറ്റ് കളിച്ച് ബോൾ ചെയ്ത് എൻ്റെ റൈറ്റ് ഷോൾഡറിലുണ്ടായ ഇഞ്ചുറി, അതിൽ നിന്നുണ്ടായ തുടർച്ചയായിട്ട് ചില പ്രോബ്ലംസ് ആയിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വർഷങ്ങളോളം എടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വിനയുടെ പ്രിസ്ക്രിപ്ഷൻ ഫോളോ ചെയ്തിട്ടാണ് എനിക്കൊരു പരിധിവരെയെങ്കിലും എൻ്റെ ഷോൾഡറിൻ്റെ മൊബിലിറ്റിയും എൻ്റെ മസിൽ ഡെവലപ്മെൻറ്റും കൊണ്ടുവരാൻ സാധിച്ചത്. ഡോക്ടറിൻ്റെ വളരെ ക്രോണിക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ മോശപ്പെട്ടെന്നല്ല. മെഡിക്കലി ക്രോണിക് എന്ന് പറയുമ്പോഴത്തേക്കും ഡ്യൂറേഷൻ ഒരു 10-20-25 വർഷം മുമ്പേ ഉള്ള ഒരു ഇഞ്ചുറി കാരണം ഡോക്ടറിനുണ്ടായ പ്രശ്നങ്ങളും, അതും ഇത്രയും ഹെൽത്ത് എൻതൂസിയാസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറിന് ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമവും. അപ്പോൾ ഈ മാനസിക വിഷമത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ കരകയറ്റി ഒരാളെ കൊണ്ടുവരാം എന്നുള്ളതാണ്. ഡോക്ടറിന് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടും നമ്മൾ ഇതിൻ്റെ എക്സസൈസ് സയൻസിനെ കുറിച്ച് ഡോക്ടർ ഹെൽത്ത് എൻതൂസിയാസ്റ്റ് ആയിട്ട് എക്സസൈസ് ഇഷ്ടമുള്ളത് കൊണ്ടും നമ്മൾ പറയുന്ന കറക്റ്റായിട്ട് അത് ഡോക്ടർ ചെയ്ത് മസിലുകളുടെ പേര് അപ്പോൾ ഇതിൽ ഇഷ്യൂ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റെറോയിഡ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പോലെയാണ് നമ്മൾ എക്സസൈസസും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഈ മരുന്ന് കഴിച്ചാൽ നമുക്ക് ഒരു ചുമ മാറുന്നത് പോലെ അല്ല, നമുക്ക് ഇന്ന് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ മസിൽ വരും എന്നുള്ള അതൊരു തെറ്റായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. നമ്മൾ ഇന്ന് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നാളെ നമുക്ക് മസിൽ വരില്ല, ഋത്തിക് റോഷൻ ആവും അല്ലെങ്കിൽ അതേപോലെ ഒന്നും ആവാൻ പറ്റില്ല. അത് വർഷങ്ങളായിട്ട് ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു മസിലിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതും പ്രായം കൂടുന്തോറും 20 വയസ്സുകാരനേക്കാളും ചിലപ്പോൾ ഒരു 30% മോർ എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് 40 വയസ്സായിട്ടുള്ള ഒരാൾക്ക് മസിൽ ഡെവലപ്മെൻറ്റ് വരുള്ളൂ. ഇതിൻ്റെ ഇഷ്യൂ വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് ക്രോണിക് ആയിട്ടുള്ള ഒരു കേസ്, കഴുത്ത് വേദനയാകട്ടെ, മുട്ടുവേദനയാകട്ടെ, നടുവേദനയാകട്ടെ, അവർ വരുന്ന എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ വളരെ മൈൽഡായിട്ട് ശരീരത്തിലെ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ നോക്കും, മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ നോക്കും, മസിൽസിൻ്റെ ആക്ടിവേഷൻ, സ്ട്രെങ്തനിങ് അല്ല ആക്ടിവേഷൻ നമ്മൾ കൂട്ടാൻ നോക്കും. ഈ ആക്ടിവേഷനും സ്ട്രെങ്തനിങ്ങും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ആക്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്ക് ലാർജ് മൂവ്മെൻറ്റ്സിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പർട്ടിക്കുലറായിട്ട് കുറേ മസിൽസിൻ്റെ ആക്ടിവേഷൻ വേണം. ഈ ആക്ടിവേഷൻ കൊണ്ടുവന്നാലേ നമുക്ക് സ്ട്രെങ്ത് ട്രെയിനിങ്ങിൽ അല്ലെങ്കിൽ നമ്മൾ ലോഡിങ്ങിൽ ഈ മസിൽസ് എല്ലാം സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ഒരു സയൻറ്റിഫിക് പ്രോസസ്സിലോട്ട് നിങ്ങൾക്ക് പോകാൻ തയ്യാറാണെങ്കിൽ, അതിനുള്ളൊരു ക്ഷമയും അതിനുള്ളൊരു ഉത്സാഹം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു ശതമാനം ആൾക്കാർ അല്ലെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഡെഫിനറ്റ്ലി ആസ് ഏർലി ആസ് പോസിബിൾ നല്ല റെഗുലറായിട്ടുള്ള എക്സസൈസ്, സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്ന ഒരു ശീലത്തിലോട്ട് മടങ്ങി വരാൻ കഴിയുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇതിനകത്ത് ഡ്രോപ്പ് ഔട്ട് റേഷ്യോ ആണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു വില്ലൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വിനയ് പറഞ്ഞത് എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് തോന്നുന്നു. പല ആൾക്കാരും വേദന കൊണ്ടിട്ടാണ് പലപ്പോഴും ഇത്തരം ഒരു ആക്ടിവിറ്റിയിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ മൊബിലിറ്റിയിലുണ്ടാകുന്ന പ്രോബ്ലം. ഒരു പാർഷ്യൽ മൊബിലിറ്റി റീഗെയിൻ ചെയ്യുകയോ വേദന ഒന്ന് കുറേ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അതോടുകൂടി അവർ ആ ഒരു സപ്പോർട്ടിനെ നമ്മളങ്ങ് ഒഴിവാക്കുന്നു.
പക്ഷേ ആക്ച്വലി എനിക്ക് മനസ്സിലായത്, ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, അവിടെ നിന്നാണ് ആക്ച്വലി നിങ്ങൾ തുടങ്ങേണ്ടത്. തുടങ്ങി നിങ്ങൾ ഫുൾ ഫ്ലെഡ്ജ്ഡ് എക്സസൈസിലോട്ട് വരുന്നത് വരെ ഒരു പക്ഷേ അത്തരം ഒരു പ്രൊഫഷണൽ സപ്പോർട്ട്, ഗൈഡൻസ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അത് നമ്മൾ ആ പോയിന്റ് എത്തുമ്പോഴാണ് നമ്മൾ ലോഡിങ് ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മസിൽസിൻ്റെ ലോഡിങ്ങും ആ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയും, നമ്മൾ കുറച്ചായിട്ട് 10% റൂളിൽ ഒക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ പോകുന്നത്. ചിലപ്പോൾ വീക്ക്ലി അല്ലെങ്കിൽ 2 വീക്സ്. ഡോക്ടർ ഈ പറയുന്നത് തന്നെ നിങ്ങൾക്കും ഒരുപക്ഷെ അനുഭവം ഉണ്ടായിരിക്കാം. അതായത് ഒരു 3 മന്ത്സ് കൊണ്ട് 25 കിലോ കുറച്ച് തരണം ഡോക്ടർ എന്ന് നമ്മുടെ അടുത്തും പറഞ്ഞ്, ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റാണ്, ന്യൂട്രീഷനിസ്റ്റ്. വേണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നല്ലാതെ നമുക്ക് ഹാർഡ് കോർ ആയിട്ടുള്ള ന്യൂട്രീഷൻ പറ്റില്ല. പക്ഷേ ഈ 20 kgs in 2 months എന്നൊക്കെ പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു ന്യൂട്രീഷണൽ ലെവലിലേക്ക് ഉള്ള ഇതാണ്. നമുക്ക് ഒരു കണ്ടീഷനിൽ നിന്നും നമുക്ക് ഒരാളെ കൈപിടിച്ച് ഉയർത്തുമ്പോഴത്തേക്കും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോസസ്സും ഒരു ടൈമും വേണം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമുക്കൊരു പെയിൻ മൂവ്മെൻറ്റ് ഗ്രാഫാണ്. അതായത് നമുക്ക് പെയിൻ ഒരു പോയിന്റിൽ നിന്നും, ഇപ്പോൾ 10 നമുക്ക് പെയിൻ ഉള്ളത്, ഓൺ എ സ്കെയിൽ ഓഫ് 10, 0 to 10, 10 നമുക്ക് 0 വരുന്നത്. നമുക്ക് ഒറ്റയടിക്കായിരിക്കില്ല റീഹാബിലിറ്റേഷൻ പ്രോസസ്സിൽ പെയിൻ കുറഞ്ഞു വരുന്നത്. ഇന്ന് 10 ആയിരിക്കാം, നാളെ 6 ആയിരിക്കാം, നാളെ 5, മറ്റന്നാളെ 5 ആയിരിക്കാം, അതിനടുത്ത ദിവസം ചിലപ്പോൾ 6 ആയിരിക്കാം. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1 month കൊണ്ട് നമുക്ക് പെയിൻ റെഡ്യൂസായി വരും. പക്ഷേ ഇത് ഓസിലേറ്റ് ചെയ്തേ വരുള്ളൂ. അതേപോലെയാണ് മൂവ്മെൻറ്റിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ മൂവ്മെൻ്റ് ആയിരിക്കും. നമ്മൾ റീഹാബ് പ്രോസസ്സ് ചെയ്യും തോറും ഈ മൂവ്മെൻറ്റും ഇതേപോലെ കൂടി കുറഞ്ഞ് അൾട്ടിമേറ്റ്ലി നമുക്ക് ഫുൾ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ഫുൾ മൂവ്മെൻറ്റ്, ഒരു ജോയിൻറ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫുൾ മൂവ്മെൻറ്റ് എത്തിക്കാൻ പറ്റും. ഇത് പലപ്പോഴും മിസ്ഇൻറ്ററപ്റ്റ് ചെയ്യും. ഒരു 10 ദിവസം കഴിഞ്ഞിട്ടും വേദന പോയില്ല, വേദന മാറ്റമില്ല. അപ്പം 10 പെയിനുള്ള ഒരാൾക്ക് 5 നമ്പേഴ്സായി. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് 6 നമ്പർ ആകുമ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ട്രിഗർ ആവും. ഈ പെയിൻ കൂടി എന്നുള്ള സാധനം 10ലേക്ക് അത് ഇത് ചെയ്യും, റിലേറ്റ് ചെയ്യും. ഇത് ഒരു പോയിൻ്റേ കൂടിയുള്ളൂ എന്ന് ബ്രെയിൻ ചിന്തിക്കില്ല. എത്ര കൂടിയെന്നറിയില്ല, പക്ഷേ കൂടിയത് 10 ആയിട്ടായിരിക്കും റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പെയിൻ ഭയങ്കരമായിട്ട് കൂടി. ഈ പെയിൻ കൂടുന്നത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടായിരിക്കാം. നിങ്ങളുടെ സ്ട്രെസ്സും ഉണ്ടായിരിക്കാം, നിങ്ങളുടെ ഡീഹൈഡ്രേഷൻ ഉണ്ടായിരിക്കാം, ക്ലൈമാറ്റിക് കാര്യങ്ങളും ഉണ്ടായിരിക്കാം, നിങ്ങളുടെ ഡയറ്ററി ഇഷ്യൂസും ഉണ്ടായിരിക്കാം, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങളുടെ ഉറക്കം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഉറക്കത്തിൻ്റെ ഇഷ്യൂ കൊണ്ടാവാം. ഇതെല്ലാം കൊണ്ട് ഈ പെയിൻ ഇൻക്രീസ് ആവും. അപ്പം ഒരു മൂവ്മെൻറ്റ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്തതുകൊണ്ട് മാത്രം വേദന കൂടി എന്ന് നമുക്ക് സീറോയും ചെയ്യാൻ പറ്റില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ഇത്രയും സമയം വിനയ് സംസാരിച്ചത് വെച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, വിത്ത് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് നിലവിൽ ഒരു നല്ല ശാസ്ത്രീയമായ വ്യായാമം ചെയ്യുന്ന തടസ്സമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ശാരീരികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സപ്പോർട്ടോടുകൂടി അതിൻ്റെ കോർ ഏരിയ അഡ്രസ്സ് ചെയ്ത് ഒരു റീഹാബിലിറ്റേഷൻ ചെയ്ത് ഒരു റെഗുലർ ആക്ടിവിറ്റിയോട് തിരിച്ചു വരാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പം ഞാനത് പറയാൻ കാരണം അങ്ങനെ നോക്കിയാൽ ഫിസിയോതെറാപ്പിസ്റ്റിന് ഇനി വരുന്ന കാലങ്ങളിൽ നല്ല സ്കോപ്പുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. എക്സസൈസൊക്കെ തുടങ്ങിയപ്പോൾ ശരീരം മൊത്തം വേദനയാണ്, എൻ്റെ മസിൽസൊക്കെ വല്ലാതെ വേദനിക്കുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ എക്സസൈസ് ചെയ്യുന്നു കുറച്ചു. അപ്പം ഈ മസിൽസും പെയിനും തമ്മിൽ, ഇപ്പം നേരത്തെ പറഞ്ഞ പെയിൻ ഒരു പത്തോളജിക്കൽ പെയിൻ ആണെങ്കിൽ ആക്ച്വലി ഒരു ബയോളജിക്കലാണ് അല്ലെങ്കിൽ ഒരു ഫിസിയോളജിക്കൽ പെയിൻ ഉണ്ട്. അപ്പം മസിൽസിൻ്റെ ഗ്രോത്തും പെയിനും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ സയൻസ് എന്താണ്? ഉണ്ട്. ഇതിന് മസിൽ ഗ്രോത്തിന് ഇപ്പം ഡോക്ടർ ചോദിച്ചത് ഈ പത്തോളജിക്കലായിട്ടാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് എക്സസൈസ് ചിലതിന് കൊടുക്കാമോ, കൊടുത്തൂടെ എന്നൊക്കെയുള്ളൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ഈവൻ ക്രിട്ടിക്കൽ കെയർ ICUവിൽ അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട കണ്ടീഷനിലും എക്സസൈസ് കൊടുക്കുന്ന ഒരു പ്രൊഫഷണൽ, ഇൻറ്റുബേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഇൻറ്റുബേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വെന്റിലേറ്ററിലായിരുന്ന പേഷ്യൻറ്റിന് പോലും നമുക്ക് എക്സസൈസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ആ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതാണ്. അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ പോരടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പോലും ഇത്തരത്തിലുള്ളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി വേണമാണ്. അവിടെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വേണമെങ്കിൽ ചെറിയ കൊച്ചു വേദനകൾ പറഞ്ഞ്
ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കാതെ അതിൻ്റെ ന്യായവും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ആക്ച്വലി ചെയ്യേണ്ടത് അല്ലേ? അതെ അതെ തീർച്ചയായും. നമ്മൾ അങ്ങനെ ഇൻറ്റിമേറ്റായി കിടക്കുന്ന ആളെ പോലും വെറുതെ വിടാത്ത ഒരു പ്രൊഫഷനാണ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് നോക്കാം. ഇപ്പം നമ്മൾ പേശികളെ ബലപ്പെടുത്താനുള്ള എക്സസൈസ് ചെയ്യുന്നു. ഓക്കെ, മേ ബി ഒരു ഡംബൽസ് ആയിരിക്കാം, മെഷീൻസ് ആയിരിക്കാം, ബാർബൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി ഫ്ലോർ എക്സസൈസ് ആയിരിക്കാം. വി സ്റ്റാർട്ട് ഫീലിംഗ് പെയിൻ ഇൻ ദ മസിൽസ്. ഓക്കെ, എന്താണ് അത് നല്ലൊരു കാര്യമാണെന്നാണ് അറിയേണ്ടത്. പക്ഷേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് നല്ലതാണോ എന്നൊന്ന് പറഞ്ഞു കൊടുക്കാം.